ഏലിയാക്കാലം ഒന്നാം വ്യാഴം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. സ്വർഗരാജ്യത്തിലെ വലിയവൻ. തങ്ങളിൽ വലിയവൻ ആരാണെന്ന തർക്കം എപ്പോഴും അവർക്കിടയിലുണ്ടായിരുന്നു. സ്വർഗത്തിന്റെ സമാനത വേണ്ടെന്ന് വെച്ച് ഭൂമിയിൽ വന്ന ശിഷ്യർ ഒന്നാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്നത് എത്ര വിരോധാഭാസമാണ്. സമൂഹത്തിൽ ഒരു വിലയും കൽപ്പിക്കപ്പെടാത്ത ഒരു ശിശുവിനെ പോലെയാകുന്നവരാണ് സ്വർഗരാജ്യത്തിലെ വലിയവൻ എന്ന് യേശു ഉത്തരം നൽകുന്നത് ചിന്തോദ്ദീപകമാണ്. പ്രപഞ്ചത്തിലെ പുല്ലിലും തുരുമ്പിലും അങ്ങനെ കാണായ എല്ലാ വസ്തുക്കളിലും സ്വർഗരാജ്യം പരിചയപ്പെടുത്തിയ യേശു ലോകത്തിലെ ഏറ്റവും ആകർഷ സൃഷ്ടിയായ ഒരു കുഞ്ഞിൽ അത് കണ്ടെത്തിയില്ലെങ്കിലാണ് അത്ഭുതം. വലിയവരെന്ന് സ്വയം അഹങ്കരിക്കുന്നതിൻ്റെ മുമ്പിലേക്ക് ഏറ്റവും നിസ്സഹായനായ ഒരു ശിശുവിനെ മാറ്റി നിർത്തുന്നതിൽ കവിഞ്ഞ ഒരു അവഹേളനം അവർക്കില്ല. ഊതി വീർപ്പിച്ച് വെച്ച സംഭവം ഗർവിൻ്റെ കാറ്റഴിച്ചു വിട്ടുപോലെയായി അവർ. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം ഒരു മനുഷ്യ ശിശുവാണ്. മറ്റെല്ലാ ജീവികളും ജനിച്ച് നിമിഷങ്ങൾക്കകം സ്വന്തം കാൽ നിൽക്കാറാകുമ്പോൾ ഒരു മനുഷ്യ ശിശു ഏറെ വർഷത്തിനു ശേഷമാണ് സ്വയം പര്യാപ്തത നേടുക. ഒരിക്കൽ പക്വത പ്രാപിച്ചാൽ പിന്നെ സമാനതകളില്ലാത്ത ഒരു അത്ഭുത സൃഷ്ടിയായി അവൻ മാറുന്നു. അതിന് സ്വന്തം മാതാപിതാക്കളുടെ സാന്നിധ്യവും സംരക്ഷണവും ആവശ്യമാണ്. ഇല്ലെങ്കിൽ സ്വർഗരാജ പ്രതീകത്തിന് പകരം ലോകം മുഴുവൻ നശിപ്പിക്കുന്ന ആറ്റം ബോംബിനേക്കാൾ സംഹാരശക്തിയുള്ള നരകസന്തതിയായി അവനും മാറുന്നു. ആമേൻ.